ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വലിയൊരു ക്ഷാമത്തിൻ്റെ ലോകത്താണ്. യുദ്ധം കാരണം ഇന്ധനത്തിനും ഗ്യാസിനുമൊക്കെ വലിയ ക്ഷാമം നേരിടുന്നു. എന്നാൽ അതിനേക്കാൾ വലിയൊരു ദൗർലഭ്യം ഇന്ന് നമുക്കിടയിലുണ്ട്. സമാധാനത്തിൻ്റെ കുറവ്, സ്നേഹത്തിൻ്റെ കുറവ്. നിങ്ങളുടെ ബിൽഡിങ്ങുകളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങളുടെ ശാന്തമായ ഭംഗിയല്ല നിങ്ങൾ കാണുന്നത്, മറിച്ച് ആകാശത്തിലൂടെ പാഞ്ഞു പോകുന്ന മിസൈലുകളെയാണ്. ഈ സാഹചര്യം ഈജിപ്തിലെ പഴയ രാത്രിയെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മരണദൂതൻ, സംഹാരദൂതൻ ആ ദേശത്തുകൂടി കടന്നുപോയ ആ രാത്രി. അങ്ങനെ ഒരു നിമിഷത്തിൽ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയുന്നു: ഇതിനൊന്നും തടയാൻ നമുക്ക് കഴിയുകയില്ല, ഇതിനൊന്നും നിയന്ത്രിക്കാനും നമുക്ക് കഴിയുകയില്ല എന്ന്. നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് പ്രത്യാശിക്കുക എന്നതാണ്. ദൈവം നമ്മെ സംരക്ഷിക്കും. നാട്ടിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അത് മാത്രമേ ചെയ്യാൻ കഴിയൂ. പ്രത്യാശിക്കുക, പ്രാർത്ഥിക്കുക. എന്നാൽ ഈ ഒരു പശ്ചാത്തലത്തിലാണ് പെസഹ എന്ന വാക്കിന് അർത്ഥം വർദ്ധിക്കുന്നത്, ആഴം വർദ്ധിക്കുന്നത്. ഇന്ന് രാത്രി നമുക്ക് യേശുവിനോടൊപ്പം പെസഹ മേശയ്ക്ക് ചുറ്റുമൊന്നിരിക്കാം. അതോടൊപ്പം പണ്ട് ഈജിപ്റ്റ് എന്ന നാട്ടിൽ ചെറിയ കുടിലുകളിൽ ഇരുന്ന ഭയത്തോടെയും പ്രതീക്ഷയോടെയും കാത്തിരുന്ന ആ മനുഷ്യരെയും നമുക്കൊന്ന് ഓർക്കാം. ഒന്നാമതായി, ഭയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും രാത്രി. പുറപ്പാട് പുസ്തകത്തിൽ ദൈവജനം സുഖസൗകര്യങ്ങളിലല്ല കഴിഞ്ഞിരുന്നത്. അവർ അടിമകളായിരുന്നു, പീഡിപ്പിക്കപ്പെട്ടവരായിരുന്നു. അവർക്ക് ചുറ്റും മരണം നിഴൽ വിരിച്ചിരുന്നു. അന്ന് രാത്രി മരണം ആ ദേശത്തുകൂടി കടന്നു പോവുകയായിരുന്നു. എന്നാൽ ദൈവം അവർക്ക് ഒരു നിർദ്ദേശം നൽകി: ഒരു ആട്ടിൻകുട്ടിയെ എടുക്കുക, അതിനെ അറക്കുക, അതിന് രക്തം വീടിൻ്റെ കട്ടില കാലുകളിൽ പുരട്ടുക, എന്നിട്ട് വീടിനുള്ളിൽ കയറിയിരിക്കുക. ആ കുടിലുകൾക്കുള്ളിൽ അദൃശ്യമായ ചിലത് സംഭവിക്കുന്നുണ്ടായിരുന്നു. അവർ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലായിരുന്നു. അവർ ശക്തരായതുകൊണ്ടല്ല, മറിച്ച് ദൈവം നൽകിയ ആ പരിഹാര ബലിയിൽ അവർ വിശ്വസിച്ചുകൊണ്ട് മാത്രം. ശ്രദ്ധിക്കുക, സംഹാരദൂതനും ജനത്തിനുമിടയിൽ ഉണ്ടായിരുന്നത് ആ രക്തം മാത്രമാണ്. അവരുടെ പാരമ്പര്യമോ നന്മയോ കരുത്തോ ഒന്നുമല്ല, ആ രക്തം മാത്രം. ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ കുടിലിന് പുറത്ത് നിലവിളികളും ഭീതിയും മരണവും, കുടിലിനുള്ളിൽ നിശബ്ദത, കാത്തിരിപ്പ്, ചെറിയൊരു പ്രത്യാശ. ഇത് കേൾക്കുമ്പോൾ പരിചിതമായി തോന്നുന്നില്ലേ? ഇന്ന് നിങ്ങളിൽ പലരും ജീവിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിലാണല്ലോ. യുദ്ധം, അനിശ്ചിത്വം, നാളെയെക്കുറിച്ചുള്ള ഭയം. പുറത്തെ ലോകം അന്നത്തെ ഈജിപ്റ്റ് പോലെയാണ്. നിങ്ങൾ ഒരു ചെറിയ കുടിലിൽ എന്ന പോലെ നിസ്സഹായരായിരിക്കാം. എന്നാൽ അവൻ്റെ രക്തത്താൽ പൊതിയപ്പെട്ട കുടിലിൽ നിങ്ങൾ സുരക്ഷിതരാണ്. മൂന്നാമത്, പുതിയ പെസഹ. ഇനി നമുക്ക് മറ്റൊരു രാത്രിയിലേക്ക് പോകാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാരോടൊപ്പം ഇരിക്കുന്നു. അതൊരു പെസഹ രാത്രിയാണ്. പക്ഷെ അവിടെ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. യേശു അപ്പമെടുത്ത് അത് മുറിക്കുന്നു, എന്നിട്ട് പറയുന്നു, ഇതെൻ്റെ ശരീരമാകുന്നു. പിന്നീട് അവൻ വീഞ്ഞെടുത്ത് പറയുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെ രക്തം. ഇതിലൂടെ യേശു അവരോട് പറയുകയാണ്, ഈജിപ്തിലെ ആ രാത്രി ഈ നിമിഷത്തെയാണ് സൂചിപ്പിച്ചത്. ഞാനാണ് ആ കുഞ്ഞാട്. ഈജിപ്തിൽ രക്തം കതകിന്മേലായിരുന്നു, ജനം വീട്ടിനുള്ളിലിരുന്നു. എന്നാൽ ഇപ്പോൾ രക്തം പാനപാത്രത്തിലാണ്, ശരീരം മുറിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സുരക്ഷിത സ്ഥാനം ഇനിയൊരു വീടല്ല, നമുക്ക് സുരക്ഷിത സ്ഥാനം ക്രിസ്തു തന്നെയാണ്. 4, തകർക്കപ്പെട്ട ശരീരത്തിലൂടെ ഒരു ഇടം. യേശു അപ്പം മുറിക്കുമ്പോൾ അത് വെറുമൊരു ചടങ്ങല്ല, അവിടെ
രണ്ടപ്പക്കഷ്ണത്തിന് ഇടയിൽ ഒരു ഇടം സൃഷ്ടിക്കപ്പെടുകയാണ്. അവൻ്റെ തകർക്കപ്പെട്ട ശരീരത്തിലൂടെ പാപികൾക്ക് ഒരിടം, ഭയപ്പെടുന്നവർക്ക് ഒരിടം, മുറിവേറ്റവർക്ക് ഒരിടം. അത് ഈജിപ്തിലെ ആ കുടിൽ പോലെ, പക്ഷേ അതിനേക്കാൾ വലിയ ആഴമേറിയ ശാശ്വതമായ ഒരിടം. നമുക്ക് സത്യസന്ധമായി ഒന്ന് ചിന്തിക്കാം. യുദ്ധകാലത്ത് നമ്മൾ സംരക്ഷണത്തിനായി പലതിനെയും ആശ്രയിക്കാറുണ്ട്. സർക്കാരുകൾ, സൈന്യങ്ങൾ, അതിർത്തികൾ, സുരക്ഷിത സ്ഥാനങ്ങൾ. എന്നാൽ സുവിശേഷം ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: യഥാർത്ഥ സംരക്ഷണം നിങ്ങൾക്ക് ചുറ്റുമുള്ളതല്ല, നിങ്ങളെ ആര് പൊതിയുന്നു എന്നതാണ്. ഈജിപ്തിൽ അത് കതകിലെ രക്തമായിരുന്നു, എന്നാൽ ഇന്ന് അത് ക്രിസ്തുവിൻ്റെ രക്തമാണ്. അവസാനമായി ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. സംരക്ഷണത്തെക്കാൾ വലിയ ഒരു രക്ഷയെക്കുറിച്ചും കൂടിയാണ് ഈ പെസഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈജിപ്തിലെ രക്തം ഒരു കാര്യം മാത്രമാണ് ചെയ്തത്: മരണത്തിൽ നിന്ന് ആദ്യ കടിഞ്ഞൂലുകളെ രക്ഷിച്ചു. എന്നാൽ ക്രിസ്തുവിൻ്റെ രക്തം അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. അത് പാപങ്ങൾ ക്ഷമിക്കുന്നു, ദൈവവുമായുള്ള ബന്ധം പുതുക്കുന്നു, ശത്രുക്കളെ തമ്മിൽ യോജിപ്പിക്കുന്നു. തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ശരിയായ സൗഖ്യം നൽകാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി ഇത് മാത്രമാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നുന്നില്ലെങ്കിൽ, അനിശ്ചിതത്വവും മക്കളെക്കുറിച്ചുള്ള ഭയവുമാണ് ഉള്ളിലെങ്കിൽ, ഈ വാക്കുകൾ ശാന്തമായി കേൾക്കുക. ഈ രാത്രിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ദൈവം അന്ന് ഈജിപ്തിലെ കുടിലുകൾക്ക് മുകളിൽ കാവൽ നിന്നതുപോലെ അവൻ നിങ്ങൾക്കും കാവലുണ്ട്. അതിനേക്കാൾ ഉപരിയായി ക്രിസ്തുവിലേക്ക് നിങ്ങൾക്കൊരു ക്ഷണമുണ്ട്. അവൻ്റെ തകർക്കപ്പെട്ട ശരീരത്താൽ ഒരുക്കപ്പെട്ട ഇടത്തേക്ക്, അവൻ്റെ രക്തത്താൽ അടയാളപ്പെടുത്തിയ സുരക്ഷിതത്വത്തിലേക്ക്. അതുകൊണ്ട് ഇന്ന് രാത്രി പെസഹായെ വെറും ഒരു ഓർമ്മയായി മാത്രം കാണരുത്. അതിലേക്ക് പ്രവേശിക്കുക. ഒരു കുടിലിലേക്കല്ല, ക്രിസ്തുവിലേക്ക്. നിങ്ങളുടെ ഭയവും വേദനയും ചോദ്യങ്ങളും അവൻ്റെ മുൻപിൽ വയ്ക്കുക. ഈ സന്ധ്യയിൽ ഒന്നുകൂടെ ഒന്ന് വിചിന്തനം ചെയ്യുക. നിങ്ങൾക്കും നാശത്തിനുമിടയിൽ നിൽക്കുന്നത് നിങ്ങളുടെ കരുത്തല്ല, നിങ്ങളുടെ മിടുക്കല്ല, മറിച്ച് അവൻ്റെ രക്തമാണ്. അവൻ്റെ രക്തം മാത്രമാണ്. പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നിന്റെ ശരീരം മുറിക്കപ്പെടുകയും രക്തം ചിന്തപ്പെടുകയും ചെയ്ത ഈ വിശുദ്ധ രാത്രിയിൽ ഭയത്തിലും അനിശ്ചിതത്വത്തിലും കഴിയുന്ന നിന്റെ ജനത്തെ നീ ഓർക്കണമേ. ഈ കൊടുങ്കാറ്റിൽ അവർക്ക് അഭയവും അശാന്തിയിൽ സമാധാനവും ഇരുട്ടിൽ പ്രത്യാശയും നീ ആകണമേ. നിന്റെ കരുണയാൽ അവരെ നീ പൊതിയണമേ. നിന്റെ സ്നേഹത്തിൻ്റെ തണലിൽ അവരെ നീ കാത്ത് സുരക്ഷിതരാക്കണമേ. കാണുന്ന കാര്യങ്ങളിലല്ല, മറിച്ച് ഞങ്ങളെ രക്ഷിക്കുന്ന നിന്റെ രക്തത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. ആമീൻ.